ഗൈസ് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ പറഞ്ഞു ഈ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് അതിന്റെ ലോങ് വീഡിയോ ചെയ്യുന്ന പറഞ്ഞിന്. അപ്പൊ ആ ലോങ് വീഡിയോ ആണ് വരുന്നത്. അപ്പൊ ഷോർട്ട് വീഡിയോ ആരും കാണാത്തണ്ട് കാണാൻ അപ്പൊ കുറെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത അപ്പൊ നമ്മളെ ഗെയിമിലേക്ക് കെനുമിനാറ്റി ആയിട്ട് നമ്മൾ സ്റ്റോറി വീഡിയോ ചെയ്യുന്നു പറയുന്നത്. അപ്പൊ ആ സ്റ്റോറി വീഡിയോ ഇത് വരുന്നത്. അപ്പൊ ഇത് പുതിയ ഹൗസാണ്. അപ്പൊ നമ്മളെ കെനുമിനാറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഹൗസ് നമ്മൾ നിർമ്മിച്ചത്. അപ്പൊ നമുക്ക് ഹൗസ് ഞാൻ നേരെ കാണിച്ചത്. അപ്പൊ ഹൗസിക്ക് പോകാനായിട്ട് നിങ്ങൾ ആരും ലൈക്ക് ചെയ്യാതെ ഇവിടെ കാണാൻ ലൈക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഉണ്ടെങ്കിൽ സപ്പോർട്ട് തരാൻ കുറെ ആൾക്കാർ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കാണും, നിങ്ങൾ തന്നെ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളെ വണ്ടികളൊക്കെ ഇവിടെ കേൾക്കുക, നമുക്ക് ലംബോൽക്കിനെ കണ്ട. അപ്പൊ ഇതാണ് നമ്മളെ കാറൊക്കെ തന്നെ. അപ്പൊ ഇത് മാത്രം നമ്മളെ കെനുമിനാറ്റിനെ നമുക്ക് എയർപോർട്ടിൽ പിക്കാൻ വേണ്ടി നമുക്ക് ഒരു കാറൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ കാർ പോച്ചിന്റെ അങ്ങോട്ട് പോകാം. അപ്പൊ നമ്മൾ നേരെ മുന്നിൽ കാണുന്ന ഒരു വീട്, ആ വീട്ടിലേക്ക് നമ്മളെ കെനുമിനാറ്റി വരുന്നത്. അപ്പൊ ആ വീടൊക്കെ നമുക്ക് നേരെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ കുറെ സമയം എയർപോർട്ടിലേക്ക് വരാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങൾക്ക് കാറൊക്കെ കാണിച്ചിട്ടാണ് പോകാതിരിച്ചത്. അപ്പൊ നമുക്ക് നേരെ കാറിന്റെ അടുത്ത് പോവാണ്. അപ്പൊ നമുക്ക് കുറെ കാറൊക്കെ നമ്മൾ ആദ്യം സ്റ്റോറി വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റുന്നേക്കാരം. അപ്പൊ നമുക്ക് കുറെ കാർ ഉണ്ടാവും സ്റ്റോറി വീഡിയോ കാണത്തില്ല, ചാനൽ കയറിയിട്ട് നോക്കേണ്ടത്. അപ്പൊ അടിപൊളി കാറാണ് നമ്മൾ അപ്ഡേറ്റിൽ വന്ന ഓരോ കാറുകളൊക്കെ നമ്മൾ മേഖലയാക്കാൻ. അപ്പൊ നമ്മളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ മേഖലയാണ്. അപ്പൊ നമ്മൾ ഈ കാർ ഇതാണ് എടുത്ത് പോകണം. അപ്പൊ നമുക്ക് നേരെ ഹൗസ് കാണിച്ചാൽ കെനുമിനാറ്റിന്റെ ഹൗസ് നമ്മളെ ഹൗസും നമ്മൾ ആ കെനുമിനാറ്റിന്റെ ഹൗസ് ഒക്കെ കാണിച്ചത്. നമ്മളെ ഹൗസ് ഇതേപോലെ തന്നെയാണ്. പക്ഷെ കെനുമിനാറ്റിന്റെ ഹൗസ് ഇദ്ദേഹം മിത്തേഡിൽ ഉണ്ടാക്കിയതാണ്. അപ്പൊ നമ്മൾ ഈ കാർ എടുത്താ പോണത്. അപ്പൊ അടിപൊളി കാർ ഇപ്പൊ അടുത്തൊന്നും എടുക്കാത്തോണ്ടാണ് എടുക്കുക. പക്ഷെ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാണിച്ചത് എന്താന്നൊക്കെ. അപ്പൊ നമ്മളെ ഈ കെനുമിനാറ്റിന്റെ വീടൊക്കെ ഞാൻ കയറുമ്പോൾ കാണിച്ചത്. അപ്പൊ അടിപൊളി വീടാണ് നമ്മളതും കെനുമിനാറ്റിന്റെ വീടൊക്കെ. അപ്പൊ കെനുമിനാറ്റി ഏതായാലും എയർപോർട്ടിൽ വരാൻ സമയക്കണം. അപ്പൊ എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് വീട് കാണിച്ചില്ല. പക്ഷെ കെനുമിനാറ്റി വന്നാൽ നമുക്ക് വീട്ടിൽ കയറാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ വണ്ടി കാണിച്ചില്ല. അപ്പൊ ഈ വണ്ടി നമുക്ക് നേരെ കയറുമ്പോൾ അടി തട്ടണ കണ്ട. അടി തട്ടിയാണ് ഇവിടെ തച്ച് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ സ്പീഡ് ഒന്നുകൂടെ കൂട്ടുണ്ട്. എന്നാലും അടി തട്ടണത് മോഡിഫൈ ചെയ്ത് അടിയൊക്കെ ഇറക്കിയാണ്. അപ്പൊ കുഴപ്പമില്ല നമ്മളെ കയറ്റിന്. അപ്പൊ ഇതാണ് കെനുമിനാറ്റിന്റെ ഹൗസ് വരുന്നത്. നമ്മൾ എടുത്തോടുത്ത ഹൗസ്. അതിനായിട്ട് കുറച്ച് ദിവസം നമ്മൾ സിറ്റിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യണ താഴെ കമന്റ്. അപ്പൊ ഞാൻ സെക്കൻഡ് പാർട്ടിന്റെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പൊ താഴെ കമന്റ് സെക്കൻഡ് പാർട്ട് പെട്ടെന്ന് ഇടണേക്കാരം. അതേപോലെ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ താഴെ കമന്റ് ചെയ്യുന്നുണ്ട്, ആരും കമന്റ് ചെയ്തിട്ടില്ല. ബെഡ്റൂമും ബാത്റൂം ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ സോഫ അങ്ങനത്തെ ടേബിളൊക്കെ വെച്ചിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ മോൾ കയറാം. ഇവിടെ ഇത്ര മാത്രമേ ഇവിടെ ടി വി ഒക്കെ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പൊ അതാണ് കോണി വരുന്നത്. അപ്പൊ നേരെ കോണി ചെയ്ത് നമുക്ക് നേരെ മോൾ കയറേക്കാരം. അപ്പൊ കെനുമിനാറ്റി വരാൻ സമയത്ത് അപ്പൊ നേരെ മോളിൽ ഇവിടെ അതേപോലെ തന്നെ ബാത്റൂം ഇതൊക്കെയാണ് സൗകര്യം വരുന്നത്. സോഫ അതേപോലെ തന്നെ മോൾ താഴത്തെ അതേപോലെ തന്നെ വലിയ ഇവിടെ ബാൽക്കണിന്റെ അതെ ബാൽക്കണിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ട്. അപ്പൊ ഇതാണ് ബാൽക്കണി. നമുക്ക് നേരെ എയർപോർട്ടൊക്കെ. പിന്നെ നമ്മളെ വീട് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നേക്കാരം. അപ്പൊ ഇവിടുന്ന് നോക്കിയാൽ നമ്മളെ സിറ്റി 5 മുക്കാലും കാണാൻ. ഞാൻ താഴത്ത് കാണിച്ചില്ല. അപ്പൊ താഴത്ത് ഇങ്ങനെ ഇവിടെ കാറൊക്കെ നിർത്തില്ല. അപ്പൊ അതെല്ലാം സൗകര്യം നമ്മളെ വീട്ടിന്റെ. അതേപോലെ തന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. നമ്മളെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ ചെണ്ടോ തോന്നുന്നു, എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ ഇതാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. അപ്പൊ സ്വിമ്മിംഗ് പൂൾ കുറച്ച് ലോക്കൽ സ്വിമ്മിംഗ് പൂൾ ആണെങ്കിൽ നമ്മളെ പഴയ വീട്ടിലേക്ക് വന്നാൽ നമ്മളെ പഴയ വീട്ടിലെ സ്വിമ്മിംഗ് പൂളൊക്കെ കാലി കിടക്കുന്നത് അങ്ങനെ വന്നാൽ. അപ്പൊ ഇതാണ് നമ്മൾ വീട് വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും എലിമിനാറ്റി വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. കുറെ സമയം ഇഞ്ഞുകൊണ്ട് 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അത് നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്ത്. അപ്പൊ നമ്മൾ ഏതായാലും എയർപോർട്ടിൽ എത്താനൊക്കെ 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ എന്തായാലും വണ്ടി കയറി പോവാം. അപ്പൊ ഈ വണ്ടി പോലെ ഇപ്പൊ എലിമിനാറ്റിക്ക് ഇവിടെ വീട്ടിൽ വണ്ടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് വണ്ടിയൊക്കെ കൊടുക്കേണ്ടി എലിമിനാറ്റിക്ക് ഏതാ വണ്ടി കൊടുക്കേണ്ടത് താഴെ കമന്റ്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്താൽ കൊടുക്കുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്താൽ പോയിട്ട്. അപ്പൊ നമ്മൾ നേരെ ഇവിടുന്ന് എയർപോർട്ടൊക്കെ നേരെ മുന്നിലായിരുന്നു. നമുക്ക് നേരെ എയർപോർട്ടിൽ പോകാൻ പറ്റുന്ന കാര്യം. അപ്പൊ നമ്മൾ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വണ്ടി കുറച്ച് പൊന്തലാക്കണ്ട, അടി തട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ എല്ലാം വണ്ടി എടുക്കുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ എയർപോർട്ടിലേക്ക് എൻട്രി ചെയ്ത് കെനുമിനാറ്റിക്ക് വരാൻ വേണ്ടി നമ്മൾ ഹെലികോപ്റ്ററൊക്കെ സെറ്റ് ചെയ്തിട്ട്. അപ്പൊ ആ ഹെലികോപ്റ്ററിലേക്ക് കെനുമിനാറ്റി വരില്ല. അപ്പൊ അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ വണ്ടി ഇവിടെ വെച്ചാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് കുറച്ചാൽ നോക്കിക്കല്ലേ, വണ്ടിയിൽ തന്നെ കയറിക്കണ്ട ഒരു കുറെ സമയം ഇഞ്ഞുണ്ട്. നമ്മൾ എയർപോർട്ട് വീടൊക്കെ എടുത്തായാലും പെട്ടെന്ന് നമ്മൾ എത്തണം, വണ്ടിയിലായാലും പെട്ടെന്ന് എത്തണ്ടേ. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ നോക്കിക്ക, ഇവിടെ ലാൻഡ് ചെയ്യില്ല. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ചാൽ നോക്കിക്ക എന്താ ചെയ്യാൻ. നമുക്ക് ഏതായാലും വണ്ടി കയറി നോക്കിക്ക. അങ്ങനെ ഫ്രാങ്കിനെ വെയിറ്റ് ചെയ്ത് കിട്ടുന്ന ഫ്രാങ്കിന്റെ വണ്ടിയൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റ് ആയിക്കണം. 5 മിനിറ്റ് കൊണ്ട് എത്താനാണ് 10 മിനിറ്റ് ലേറ്റ് ആയി. എന്തായാലും കുഴപ്പമില്ല. ഫ്രാങ്കിലെ വണ്ടിയായിട്ട് വന്നത്. അപ്പൊ നമുക്ക് നേരെ വണ്ടി നോക്കാം. ഫ്രാങ്കിലെ ഇവിടെ ഒന്നും കാണില്ല. ഞാൻ ആടാ ഞാനുണ്ട്, ഞാൻ വരാം. കുറച്ച് ലേറ്റ് ആയി പോയി. കുഴപ്പമൊന്നും വണ്ടി കയറാം. അതാ ഞാൻ വണ്ടി വരാം. അവിടെ നിൽക്കുന്ന വണ്ടി വരട്ടാ. അതാ വണ്ടി കയറേണ്ടത് നേരെ ബേക്കിട്ട് കുറെ നേരം ഹൗസ് കാണിച്ചിട്ട്. എടാ ആ വണ്ടി എടുത്തോണ്ട് പോട്ടെ. അതാ പോണ്ടേ. അപ്പൊ എന്റെ ചാനലൊക്കെ എങ്ങനെ പോണേ? എന്റെ ചാനൽ കുഴപ്പമില്ലാതെ പോണ. എന്റെ ചാനൽ എന്റെ ചാനൽ ആരെ കൊണ്ട് സബ്സ്ക്രൈബും ചെയ്യണേ ലൈക്കും ചെയ്യണം. കുറെ ആൾക്കാർ ലൈക്ക് ചെയ്യാതെ പോകണ്ട. അപ്പൊ നിങ്ങള് പറയും എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളെ കഷ്ടപ്പെട്ട് നമ്മളെ എയർപോർട്ടിൽ നിന്നൊക്കെ പിക്ക് ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ എന്തായാലും വീട്ടിന്റെ ഉള്ളിൽ എത്തി. അപ്പൊ ഇതാണ് കെലുമിനാറ്റിന്റെ വീട്. അപ്പൊ നമുക്ക് കെലുമിനാറ്റി സേഫ് ആയിട്ട് നമ്മൾ ഇറക്കി കൊടുത്താൽ നമുക്ക് നേരെ വീട്ടിൽ പോകും. അപ്പൊ നമ്മളെ കെലുമിനാറ്റിന്റെ ഇവിടെ ആയിട്ട് നിർത്തില്ല. എല്ലാം വണ്ടി എടുത്ത് പോകണം. അടി തട്ടി വന്നപ്പോ എല്ലാം പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നേരെ കെലുമിനാറ്റിന്റെ ഇവിടെ ഇറക്കിയാണ്. നമുക്ക് നേരെ ക്ഷീണുണ്ട്. എന്തായാലും ബെഡ്റൂമിൽ പോയി എടുക്കണം. ഇനിയിപ്പോ എന്താ അങ്ങനെ ഓനവിടെ ഇറക്കി കൊടുത്തു. അപ്പൊ നമുക്ക് നേരെ ഞാൻ വീട്ടിൽ പോകാൻ പറ്റുമോ? ഇനിയിപ്പോ ഒന്നിനും പറ്റൂലല്ലോ. അപ്പൊ എന്തായാലും ഞാൻ വീട്ടിൽ പോകും. അപ്പൊ നമ്മള് വീട്ടിൽ പോകാൻ വേണ്ടിയില്ല. ഓൻ പറഞ്ഞ നിങ്ങൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീട്ടിൽ കണ്ട് സബ്സ്ക്രൈബ്. അപ്പൊ അവനെ നമുക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ല. അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോകും. അപ്പൊ നമ്മള് വീട്ടിലെത്തി. അപ്പൊ നമുക്ക് നേരെ വീട്ടിന്റെ ഉള്ളിൽ കയറാം. ഭാരത്ത് പണിയൊന്നുമില്ല. നമുക്ക് നേരെ വീട്ടിലെത്തി. അങ്ങനെ ഓൻ പോയി. ഇനി നമുക്ക് നേരെ കുറച്ച് റെസ്റ്റ് എടുക്കണം. നല്ല ക്ഷീണുണ്ട്. ഹെലികോപ്റ്ററിലൊക്കെ വന്നോളൂ ക്ഷീണുണ്ട്. ഒറ്റക്ക് ഓട്ടി വന്നോ നല്ല ക്ഷീണുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് റെസ്റ്റ്. ഞാൻ പറഞ്ഞ ഓരോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. കഷ്ടപ്പെട്ട് വീഡിയോ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം.